അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖറാ കാഫിറ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐനി വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാഉ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകവും വഴിത്തിരിവുമായ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ബദറുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. ബദറിനെ സംബന്ധിച്ച് ചരിത്രം ആവർത്തിക്കേണ്ട, ചരിത്രം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ആവർത്തിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും നാം ആലോചിക്കും, എങ്ങനെയാണ് ബദർ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാകേണ്ടത്. ബദർ ധാരാളം സഹാബാക്കളുടെയും അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സമർപ്പണത്തിൻ്റെയും അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കലിൻ്റെയും അള്ളാഹുവിനോടുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെയും രംഗങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നേർക്കുനേരെ പറഞ്ഞാൽ ബദർ ഒരു ഏറ്റുമുട്ടലാണ്, ഒരു യുദ്ധമാണ്. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ പല വിഷയങ്ങളിലും ഒരു ഏറ്റുമുട്ടലുണ്ടാകും. ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയും മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഉണ്ടാകും. ഒരു ഭാഗത്ത് നമ്മുടെ കുടുംബാദികളുടെ താല്പര്യവും മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ താല്പര്യവും ഉണ്ടാകും. ഒരു ഭാഗത്ത് ഈ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം ഉണ്ടാകും, മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ താല്പര്യം ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു രണ്ടിനും ഇടയിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? നമ്മുടെ മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ കുടുംബാദികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന ലളിതമായൊരു ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന വിവാഹ ആഘോഷങ്ങൾ അള്ളാഹുവിനും റസൂലിനും അള്ളാഹുവിൻ്റെ ദീനിനും നിരക്കാത്ത ഒരുപാട് അനാവശ്യമായ ചടങ്ങുകൾ കടന്നുകൂടാറുണ്ട്. ഒരുപാട് അനാവശ്യമായ ഇടപഴകലുകൾ കടന്നുകൂടാറുണ്ട്. പലപ്പോഴും അത്തരം സദസ്സുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു നീരസവും നമ്മുടെ ഒരു വിയോജിപ്പും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ അത്തരം കുടുംബത്തിലെ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാരണവന്മാരായ ആളുകൾ പറയുന്ന ഒരു മറുപടി, എന്ത് ചെയ്യാനാണ് ഉസ്താദെ, ഇപ്പോഴത്തെ തലമുറയല്ലേ. അപ്പൊ അവിടെ ഒരു ബദർ ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ച ബദർ എന്ന് പറയുന്നത് തീർത്തും അനാവശ്യമായ, ചിലപ്പോൾ അത് ധൂർത്തായിരിക്കാം, ചിലപ്പോൾ ആചാരങ്ങളായിരിക്കാം, ചിലപ്പോൾ ആഘോഷ സമാനമായ മറ്റുള്ളവനെ വഷളാക്കുകയും മറ്റുള്ളവന്റെ അഭിമാനം വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകളായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ ഈ വീട്ടിലെ കാരണവരുടെ മനസ്സിൽ ഒരു ബദർ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ തൃപ്തിയും വന്നിട്ടുണ്ട്, മറുഭാഗത്ത് ഇപ്പോഴത്തെ തലമുറയല്ലേ, ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക് ചേർത്ത് വെക്കുന്ന, ചാരി വെക്കുന്ന ഒരു രക്ഷപ്പെടലിന്റെ വർത്തമാനമുണ്ട്. അവിടെ പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കേണ്ടത് ബദർ നമ്മുടെ മനസ്സിൽ പല സന്ദർഭങ്ങളിലും രൂപപ്പെടും. നമ്മുടെ മനസ്സാക്ഷി, അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകുന്ന തീരുമാനമാണ് എങ്കിൽ, ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന തീരുമാനമാണെങ്കിൽ അതിലെന്തോ അപാകതയുണ്ട് എന്നാണ് അർത്ഥം. വസ്തഫ്തി കൽബക എന്ന് പറഞ്ഞു, നീ നിന്റെ കൽബിനോട് ഫത്വ ചോദിക്കണം.
നിന്റെ ഹൃദയത്തോട്, നിന്റെ കൽബിനോട് നീ ഫത്വ ചോദിക്കുക. കൽബ് പൂർണ്ണമായും സംതൃപ്തമായ അവസ്ഥയിൽ, തൃപ്തികരമായ അവസ്ഥയിൽ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ അതേസമയം കൽബ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചൊറിച്ചിലും ഒരു പിടച്ചിലും ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മളത് നിർവഹിക്കരുത് എന്നാണ്. ബദറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വൈകാരികമായ ചില രംഗങ്ങൾ പല ആവർത്തി എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു തവണ കൂടി അത് ആവർത്തിക്കുകയാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സന്ദർഭമാണ്. യുദ്ധം രണ്ട് സംഘങ്ങൾ നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണ്. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅത്തൈനിൽ തഖത, പരസ്പരം ഏറ്റുമുട്ടിയ ഈ രണ്ട് സംഘങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണാൻ കഴിയും. അതിൽ ഒരു സംഘം ഏറ്റുമുട്ടുന്നത് ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു സംഘം ഏറ്റുമുട്ടുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വ ഉഖറ കാഫിറ, മറുസംഘമാകട്ടെ നിഷേധത്തിന്റെ മേഖലയിലാണ്. ഈ രണ്ട് സംഘങ്ങൾ പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ വിശ്വാസികളായ സംഘത്തിന്റെ ഇരട്ടിയുണ്ട് മറുഭാഗം. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. കാരണം ഇപ്പുറത്ത് 313 ഉള്ളൂ, അപ്പുറത്ത് 1000 ഉണ്ട്. അപ്പൊ ഈ രണ്ട് സംഘങ്ങൾ പരസ്പരം അഭിമുഖീകരിച്ച ഒരു സന്ദർഭം, യുദ്ധം ആരംഭിക്കുന്ന ഒരു ഘട്ടം നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഇന്നത്തേതുപോലുള്ള ഒരു പൊട്ടിത്തെറിയുടെയും ബോംബ് സ്ഫോടനത്തിന്റെയും മിസൈലാക്രമണത്തിന്റെയും ഒന്നും വലിയ ആധുനിക സജ്ജീകരണങ്ങളുള്ള യുദ്ധമല്ല. പഴയകാല യുദ്ധങ്ങൾ വാളും കുന്തവും പരിചയും ഒക്കെ ആയിട്ടുള്ള റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോലും 2 കുതിരകൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ കുതിരകളിൽ ഓരോരുത്തരും ഊഴമിട്ടാണ് ബദറിലേക്ക് പുറപ്പെടുമ്പോൾ സഞ്ചരിക്കുന്നത് പോലും. അപ്പൊ യുദ്ധത്തിന് വേണ്ടി സർവായുധ വിഭൂഷിതരായി നിൽക്കുന്ന 1000-ഓളം വരുന്ന ഒരു സംഘം ഒരു ഭാഗത്തും പ്രവാചകന്റെ സംഘം മറുഭാഗത്തും. പക്ഷെ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് 3 ആളുകൾ ഈ മറുഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരും. ആ 3 ആളുകൾ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, മുഹമ്മദേ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 3 ആളുകളെ വിട്ട് മല്ലയുദ്ധം ആരംഭിക്കട്ടെ. മല്ലയുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധം ആരംഭിക്കുക. അതുകൊണ്ട് മല്ലയുദ്ധം ആദ്യം ആരംഭിക്കണം. അങ്ങനെ വെല്ലുവിളി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. ഈ വെല്ലുവിളിച്ച ഒരാളുമായിട്ട് മല്ലയുദ്ധത്തിന് ഹംസ റളിയല്ലാഹു അൻഹു സന്നദ്ധനായി. വീണ്ടും വെല്ലുവിളി തുടർന്നു. രണ്ടാമൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. മൂന്നാമത്തെ മനുഷ്യൻ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കാൻ. അയാൾ വെല്ലുവിളിക്കുമ്പോൾ ഇപ്പുറത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സംഘത്തിൽ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട് റളിയല്ലാഹു അൻഹും ഒരുപാട് സഹാബാക്കളുണ്ട്. അവരെല്ലാവരും മുഖാമുഖം നോക്കി നിന്നു. ആരും രംഗത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം 2 പേര് തമ്മിലുള്ള മല്ലയുദ്ധം മതി യുദ്ധം ആരംഭിക്കാൻ. അങ്ങനെയുമുണ്ട്. ഇനി മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ നിന്ന് മദീനക്കാരായ അൻസാരികളെ പറഞ്ഞയക്കണ്ട. ഞങ്ങളുടെ ഇടയിൽ നിന്ന്, മക്കയിൽ നിന്ന് നാടുവിട്ട് മദീനയിലേക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ കുടുംബമുണ്ട്, അവരെ വിട്. ഞങ്ങളുടെ കുടുംബക്കാരുമായിട്ട് ഞങ്ങളൊന്ന് യുദ്ധം ചെയ്യണം. അത് ആ യുദ്ധത്തിനൊരു ഹരമാണ്. അപ്പൊ ഈ വെല്ലുവിളിക്കുന്ന മനുഷ്യൻ ഇപ്പുറത്തുള്ള അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്. അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും ഒക്കെ മനസ്സിൽ കടന്നു വരുന്നത്, എങ്ങനെയാണ് അബൂ ഉബൈദയുടെ വാപ്പയെ പോയിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുക? അത് കൈകാര്യം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ചു വരണ്ടേ? അപ്പൊ അബൂ ഉബൈദയുടെ വാപ്പയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മടിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വെല്ലുവിളി ആവർത്തിക്കുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ പോയിട്ട് കൈകാര്യം ചെയ്യാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഉബൈദ, നീ മാറി നിൽക്ക്. അദ്ദേഹത്തിന്റെ ദേഷ്യം അടങ്ങി കഴിയുമ്പോൾ അദ്ദേഹം പോയിക്കോളും. വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ് ഇതേ വെല്ലുവിളി. അപ്പൊ അബൂ ഉബൈദ വീണ്ടും വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ പോകാം. 3 തവണ ആവർത്തിച്ചു. പക്ഷെ 3ാമത്തെ തവണ അബൂ ഉബൈദ അനുവാദം ചോദിക്കുമ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൗനം സമ്മതമായിട്ട് മുഖം തിരിച്ചുകൊണ്ട് മൗനം സമ്മതം കൊടുക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു രംഗത്തിറങ്ങി. ആരോടാണ് ഏറ്റുമുട്ടുന്നത്? വാപ്പയോടാണ്. അങ്ങനെ മല്ലയുദ്ധം ആരംഭിച്ചു. മല്ലയുദ്ധം ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം കീഴ്പ്പെടുത്തേണ്ട മനുഷ്യനെ കീഴ്പ്പെടുത്തി. അലി റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തേണ്ടവനെ കീഴ്പ്പെടുത്തി. അത് കഴിഞ്ഞ് 2 പേരും കൂടി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മല്ലയുദ്ധത്തിൽ പിതാവിനെ കീഴ്പ്പെടുത്തി. മല്ലയുദ്ധത്തിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് വധിക്കാം. അത് യുദ്ധത്തിന്റെ നിയമമാണ്. അങ്ങനെ കയ്യിലുള്ള ആയുധം വാളുപയോഗിച്ച് വധിച്ചു. ആ വധവും കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദയുടെ മുഖത്തേക്ക് നോക്കി, വാൾത്തലപ്പിൽ നിന്ന് ഇറ്റി വീഴുന്ന രക്തത്തുള്ളികളിലേക്ക് നോക്കി, മുഖം തിരിച്ചു. സലാം അടക്കുന്നില്ല. ആരെയാണ്, എന്താണ് സലാം അടക്കാത്തതിന്റെ കാരണം?
സ്വന്തം വാപ്പയെ വധിച്ചുകൊണ്ടാണ് വന്നത്. നടക്കാൻ പഠിക്കുമ്പോൾ കൈവിരൽ നീട്ടിക്കൊടുത്ത് വീണു പോകുന്നിടത്ത് താങ്ങായി നിന്നത് ഈ വാപ്പയാണ്. ആദ്യമായി കുതിരപ്പുറത്ത് കയറാൻ പഠിപ്പിച്ചത് ഈ വാപ്പയാണ്. കൊച്ചു കുഞ്ഞായിരിക്കെ വീണാൽ ആ വീണിടത്ത് നിന്ന് എടുത്ത് മുതുകിലും മുഖത്തുമൊക്കെ പറ്റിയ മണൽത്തരികളെ തട്ടി മാറ്റിയിട്ട് ചുംബനം കൊടുത്ത് നെഞ്ചിൽ കിടത്തി ഉറക്കിയത് ഈ വാപ്പയാണ്. ഈ വാപ്പയുടെ നെഞ്ചിടിപ്പുകൾ അബൂബൈദയുടെ കാതിലെ താരാട്ടുപാട്ടായിരുന്നു. അങ്ങനെ ഒരു വാപ്പ കുതിരപ്പുറത്ത് കയറാൻ കൈപിടിച്ചു കൊടുത്ത, ആദ്യമായി വാള് കയ്യിൽ വെച്ചു കൊടുത്ത, യുദ്ധഭൂമിയിൽ ശത്രുവിനെ കണ്ടാൽ പതറിപ്പോകരുത് എന്ന യുദ്ധത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്ത വാപ്പയെ വധിച്ചു കൊണ്ടുവന്ന മകനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിച്ചത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെടുന്നുണ്ട്. മുഖം തിരിച്ച അള്ളാഹുവിന്റെ റസൂലിനെ ഇപ്പുറത്തേക്ക് തിരിക്കും. ഉലായിക ഹിസ്ബുല്ല, അവൻ അള്ളാഹുവിന്റെ സംഘമാണ്, അവൻ അള്ളാഹുവിന്റെ ഹിസ്ബാണ്, സൈന്യമാണ്. അലായിക ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ സൈന്യമാണ് വിജയിക്കാൻ. ആരെ കുറിച്ചാണ് പറയുന്നത്? ബദറിലെ അബൂബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അതേ അബൂബൈദയെ കുറിച്ച് പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന, ഓരോ സമുദായത്തിനും ഒരു വിശ്വസ്തനുണ്ട്, എൻ്റെ സമുദായത്തിന്റെ വിശ്വസ്തൻ അബൂബൈദയാണ് എന്ന് പറയുന്നുണ്ട്. ഫറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു എങ്ങാനും ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നാൽ, അങ്ങനെ വരൂല, അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് മനുഷ്യരോട് നേർക്കേറെ സംസാരിക്കൂലല്ലോ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, അള്ളാഹ് എങ്ങാനും ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിക്കണം, ഉമറെ നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഭൂമി മുഴുവൻ അബൂബൈദമാരെ തരണമെന്നാണ്. അള്ളാഹുവെ ഭൂമി മുഴുവൻ അബൂബൈദമാരെ, അത്രമാത്രം അള്ളാഹുവിനെ സ്നേഹിച്ച ആളുകളാണ് ബദറിലേക്ക് പുറപ്പെട്ട ആളുകൾ. അബൂബൈദ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ബദറിലേക്ക് പുറപ്പെട്ട ആളുകൾ. ആ ബദറിലേക്ക് പുറപ്പെട്ട ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി, അള്ളാഹു അവന്റെ കഴിവ് കൊണ്ട് അള്ളാഹു സഹായിച്ചു. ആ സഹായം മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വകവെച്ചു കൊടുക്കും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായും ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക്, ബസ്ർ അബ്സാറുള്ള ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, ബദർ എന്ന് പറയുന്നത് ചെറിയ ഒരു സംഗതിയല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ് ബദർ. ആ ബദറിൽ ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ താല്പര്യവും അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യവും അള്ളാഹുവിന്റെ റസൂലിന്റെ താല്പര്യവും ഉണ്ടാകും. മറുഭാഗത്ത് നമ്മുടെ ആഗ്രഹങ്ങളുടെ, മനസ്സിന്റെ താല്പര്യം ഉണ്ടാകും, നമ്മുടെ മക്കളുടെ ആഗ്രഹം ഉണ്ടാകും, ഇണകളുടെ ആഗ്രഹം ഉണ്ടാകും, സമൂഹത്തിന്റെ ആഗ്രഹം ഉണ്ടാകും. ഇതിലേത് അതിജയിക്കുന്നു എന്ന് വരുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിലെ ബദർ. ബദർ എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? 14 രാവിലെ പൂർണ്ണചന്ദ്രനാണ്. ഇരുട്ടിനെ വകഞ്ഞു മാറ്റിയിട്ട് ഏറ്റവും സുന്ദരമായ വെളിച്ചം പകർന്നു കൊടുക്കുന്നതാണ് ബദർ. നമ്മുടെ ജീവിതത്തിലെ ബദർ അങ്ങനെ വെളിച്ചം പകരുന്നതായിരിക്കണം. ജീവിതത്തിന്റെ ഇരുട്ടിനെ മാറ്റിയിട്ട് 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ബദറാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോകുന്ന വീഴ്ചകളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ട് പുറത്തു മാപ്പ് നൽകി നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബാദികളെ, നമ്മുടെ ഇണകളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, ലോകം ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയാണ്. ഓരോ ദിവസവും കൂടുതൽ പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയും വേഗം ഇത്തരം പരീക്ഷണങ്ങളെ മറികടക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് നല്ല മുസ്ലിങ്ങളായി മരണപ്പെടാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.